ഹലോ. ഇന്ന് പറയാൻ പോകുന്നത് നിരൂപ് എന്ന് പറയുന്ന ഒരാളുടെ കഥയാണ് കേട്ടോ. അപ്പം എല്ലാവരും കഥ കേട്ടിരിക്കാം. കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി കഥയിലേക്ക് പോയാലോ. കോളേജിലെ പഠനങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാ സമയത്തും മുത്തശ്ശിയുടെ വീട്ടിൽ പോയി നിൽക്കാറുണ്ട്. മുത്തശ്ശിയുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുത്തശ്ശിയും മുത്തശ്ശനും പിന്നെ അമ്മാവനും അമ്മാവയും പിന്നെ മനുച്ചേട്ടനും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ മനുച്ചേട്ടൻ വിവാഹം കഴിച്ചു. ആള് അത്യാവശ്യം ലേറ്റ് മാരേജ് ആയിരുന്നു. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. മനുച്ചേട്ടൻ ഇപ്പം ഏകദേശം ഒരു 40 വയസ്സോളം ഉണ്ട്. ഞങ്ങൾ തമ്മിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 7 വയസ്സിന് ഡിഫറൻസ് ഉണ്ട്. മനുച്ചേട്ടൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ലാവണ്യ ചേച്ചിയാണ്. ലാവണ്യ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 35 വയസ്സ്. എനിക്കാണെന്നുണ്ടെങ്കിൽ ലാവണ്യ ചേച്ചിയെക്കാട്ടിലും ഒരു 3 വയസ്സിനോ 4 വയസ്സിനോ ഒരു ഡിസ്റ്റൻസ് മാത്രം കാണും. അങ്ങനെ ആ ഒരു സമയത്തായിരുന്നു എല്ലാ പ്രാവശ്യം മുത്തശ്ശിയും കാണാൻ കോളേജിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടേക്ക് പോകുന്ന പോലെ തന്നെ ഞാൻ ഈ പ്രാവശ്യം അവിടേക്ക് ചെന്നു. പക്ഷേ എനിക്ക് ആകെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് ലാവണ്യ ചേച്ചിയായിരുന്നു. അത് മറ്റൊന്നും ആയിരുന്നില്ല. ഞാൻ ഇതുവരെയും വന്നതിന് ശേഷം ലാവണ്യ ചേച്ചി ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ എല്ലാ പ്രാവശ്യം അവിടെ നിൽക്കുന്ന പോലെ നിൽക്കണമെന്ന് ഞാൻ ആലോചിച്ചു. വേറെ ഒന്നുമില്ല, മറ്റൊരാളുള്ള സമയത്ത് എനിക്കൊരു മടിയാണല്ലോ നിൽക്കാനും കാര്യങ്ങൾക്കും ഒക്കെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിചാരിച്ചത്. സമയം അപ്പോൾ രാവിലെ ഒരു 10 മണിയോളം ആയിക്കണം. ഞാൻ അവിടേക്ക് കയറി ചെല്ലുന്ന സമയത്ത് മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ പടിപ്പുരവാതിൽ അങ്ങനെ ഇരിപ്പുണ്ട്. എന്നെ കണ്ടതും ഒരു പുഞ്ചിരിയോടെ അങ്ങനെ നോക്കി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എന്റെ കണ്ണുകൾ ഇങ്ങനെ പായുന്നുണ്ടായിരുന്നു എന്തിനോ വേണ്ടി. ആ ഒരു സമയത്ത് അമ്മാവനും അമ്മാവിയും ഇങ്ങനെ എന്തോ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവരെന്തോ വിരുന്നിന് പോകുകയാണെന്ന് തോന്നുന്നു. ആ ടൈമിലായിരുന്നു ലാവണ്യ ചേച്ചി പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ വന്നത്. വാതിലിന്റെ ആ ഒരു സൈഡിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചു. ഒരു സാരിയായിരുന്നു വേഷം. നെറ്റിയിൽ സിന്ദൂരക്കുറി അണിഞ്ഞിട്ടുണ്ട്. പിന്നെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ആ ഒരു കല്യാണം കഴിഞ്ഞതിന്റെ ഒരു ആർഭാടമുണ്ട് കഴുത്തിലും കാതിലും ഒക്കെ. ചെറിയ രീതിയിലുള്ള സ്വർണങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെയായിരുന്നു ലാവണ്യ ചേച്ചി വന്ന് നിൽക്കുന്നത്. ആ നിമിഷം ഞാൻ മൊത്തത്തിൽ നിന്ന് നോക്കുമ്പോൾ എന്റെ അത്രയും ഹൈറ്റും കാര്യങ്ങളൊക്കെ ലാവണ്യ ചേച്ചിക്കുണ്ട്. അതേപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല ഷേപ്പുള്ള ഒരാളാണ് ലാവണ്യ ചേച്ചി എന്ന് പറയുന്നത്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു സീരിയൽ നടിമാരെ പോലെയും സിനിമാ നടിമാരെയൊക്കെ ഉപമിക്കാം. കാരണം കളർ കൊണ്ടും പിന്നെ മൊത്തത്തിലുള്ള ഒരു ശരീരഘടന കൊണ്ട് തന്നെ അങ്ങനെ തന്നെ ഉപമിക്കാൻ പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നി. കണ്ടു കഴിഞ്ഞാൽ ഒരു ജിമ്മിൽ പോകുന്ന ആളെ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ലാവണ്യ ചേച്ചി എന്നെ കണ്ട സമയത്ത് ഒന്ന് പുഞ്ചിരിച്ചു. ഞാനും ഒന്ന് പുഞ്ചിരിച്ചു. ആ നിമിഷമായിരുന്നു മണിച്ചേട്ടൻ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. നീ വന്നോ എന്ന് പറഞ്ഞുകൊണ്ട് മണിച്ചേട്ടൻ അതിലേക്ക് വന്നു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും എവിടേക്ക് പോകാൻ ഇറങ്ങിയതാണ്. ഞാൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. നീ ഇവിടെ നിൽക്കണേ, പോവുകയൊന്നും ചെയ്യല്ലേ കേട്ടോ. ഞാൻ പറഞ്ഞു, മണിച്ചേട്ടാ, ഞാൻ ഒരു 2-3 ദിവസത്തേക്ക് അവിടെ നിൽക്കാൻ വന്നതാ, എല്ലാ പ്രാവശ്യം വരുന്നത് പോലെ എന്ന് മാത്രം മണിച്ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു. എന്നാ ആയിക്കോട്ടെ, ഞാൻ ഇങ്ങോട്ട് പോവുക. ഇന്നാണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ ചെറിയ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയായാലും നീ വന്നതല്ലേ, കണ്ടിട്ട് പോയത് നന്നായി എന്ന് പറഞ്ഞത് മണിച്ചേട്ടൻ അമ്മാവനും അമ്മാവയും പിന്നെ ലാവണ്യ ചേച്ചിയും കൂടെ നേരെ കാർ കയറി എങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. ആ നിമിഷം കാർ ഓടിച്ചത് ലാവണ്യ ചേച്ചിയായിരുന്നു. ചേച്ചിക്ക് കാറൊക്കെ ഓടിക്കാൻ അറിയാമെന്ന് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്. അങ്ങനെ അവർ പോയി കഴിഞ്ഞിട്ട് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെ അടുത്ത് ഞാൻ അവിടെ ഇരുന്നു. ആ നിമിഷം ഞാൻ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെ അടുത്ത് ചോദിച്ചു, അവരെവിടെ പോയതാ എന്നൊക്കെ. അപ്പോൾ അവര് ബാംഗ്ലൂർ പോകാനായിട്ട് അവനെ അങ്ങോട്ട് ബസ് കയറ്റി വിടാനായിട്ട് പോയതാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും മുത്തശ്ശിയും കൂടെ എന്തൊക്കെയോ സൊളയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. കുറെ സമയം പോയതറിഞ്ഞില്ല. മറ്റൊന്നും ആയിരുന്നില്ല, ഞങ്ങളിങ്ങനെ സംസാരിച്ചിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ സംസാരിച്ചിരുന്നു പോകും. എന്റെയും മുത്തശ്ശിയുടെയും ആ ഒരു സ്വഭാവം അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോ മനുഷ്യട്ടനെ ബസ് കയറ്റി വിടാൻ പോയ ലാവണ്യ ചേച്ചിയും പിന്നെ അമ്മാവനും അമ്മാവയും തിരിച്ചു വന്നു. എല്ലാവരും നല്ലൊരു സൗഹൃദമായ രീതിയിലാണെന്ന് എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. നല്ല ചിരിച്ചും കളിച്ചും സമാശിച്ചും ഒക്കെയാണ് എല്ലാവരും കയറി വരുന്നത്. ആ നിമിഷം അമ്മാവി എന്നെ കണ്ട സമയത്ത് തന്നെ ലാവണ്യ ചേച്ചിക്ക് എന്നെ പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് നോക്കി ചിരിച്ചു. ശേഷമാണെന്നുണ്ടെങ്കിൽ ലാവണ്യ ചേച്ചി നേരെ അകത്തേക്ക് കയറിപ്പോയി. അമ്മാവനും അമ്മാവിയും എൻ്റെ അടുത്ത് വിശേഷങ്ങളെല്ലാം തിരക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ ഒരേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വാ, ഭക്ഷണം എന്തെങ്കിലുമൊക്കെ തരാം, പിന്നെ ഒന്ന് കുളിച്ച് റെഡിയായിട്ടാ വാ എന്ന് പറഞ്ഞതിന് ശേഷം അമ്മാവിയൊക്കെ അകത്തേക്ക് കയറിപ്പോയി. ഞാൻ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് വന്ന സമയത്താണ് ലാവണ്യ ചേച്ചി അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ കണ്ട് ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. കാരണം അതുവരെ സാരിയും കാര്യങ്ങളൊക്കെ കൊടുത്തുള്ള നല്ല മോഡേൺ ആയിട്ടുള്ള നൈറ്റ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നു.
അത് ലാവണി ചേച്ചിക്കാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ചേരുന്നുണ്ട്. ഞാൻ എന്താണ് പറയേണ്ടതെന്നറിയാതെ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് പകച്ചു നിന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ലാവണി ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, ആ കോളേജിലെ പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ആ കഴിഞ്ഞു ചേച്ചി, ഇവിടെ കുറച്ച് ദിവസം നിൽക്കാറുണ്ട് എല്ലാ ടൈമിലും, അതുകൊണ്ട് വന്നതാണ് എന്ന് മാത്രം ഞാൻ പറയുന്ന സമയത്ത് ലാവണി ചേച്ചി എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം രാവിലെ മുത്തശ്ശനും മുത്തശ്ശിയും അമ്മാവനും അമ്മാവിയും പിന്നെ ലാവണി ചേച്ചിയും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു. ഞാനെന്നുണ്ടെങ്കിൽ കുളിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറി അതിനുശേഷമാണ് അവിടേക്ക് വന്നിരുന്നത്. പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ ലാവണി ചേച്ചി എൻ്റെ അടുത്താണ് വന്നിരുന്നത്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പരസ്പരം നോക്കിയൊന്ന് ചിരിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരിക്കുന്ന സമയത്ത് ഭക്ഷണം വിളമ്പിയത് അമ്മാവിയായിരുന്നു. അമ്മാവി മുത്തശ്ശനും മുത്തശ്ശിക്കും എല്ലാം അങ്ങനെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാം ഒരുമിച്ച് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ലാവണി ചേച്ചിയെ നോക്കി. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ലാവണി ചേച്ചിയുടെ കാല് എൻ്റെ കാലിൽ തട്ടുന്നുണ്ടായിരുന്നു. ഞാൻ കാല് ഒരു നിമിഷം വലിച്ചു അങ്ങോട്ട് നീക്കി വെച്ചു. ശേഷമാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ ആ ഒരു കറിയും കാര്യങ്ങളൊക്കെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ലാവണി ചേച്ചിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തെങ്കിലും ഫുഡോ കാര്യങ്ങളൊക്കെ വേണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഞാനിത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചോളാം എന്ന് പറയുമ്പോൾ ചേച്ചി ഒന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ എല്ലാവരും ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റു. പിന്നെ ഞാനും ലാവണി ചേച്ചിയും കൂടെ ആ ടൈമിൽ ആ ഒരു കൈയും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാനായിട്ട് പോയി. അപ്പോൾ ലാവണി ചേച്ചി പറഞ്ഞു, നീ ആദ്യം വാഷ് ചെയ്തോ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ചേച്ചി വാഷ് ചെയ്തു, കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ലാവണി ചേച്ചിയും കൂടെ കൈയും കാര്യങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്തു. ശേഷം ഞാൻ എൻ്റെ റൂമിലേക്ക് പോകാനാണ് ആ സമയത്ത് നോക്കിയത്. എന്റെയും ലാവണ്യ ചേച്ചിയുടെയും റൂം മുകളിലാണ്. അവിടെയാണെന്നുണ്ടെങ്കിൽ ആകെ 2 റൂം, പിന്നെ താഴെയാണെന്നുണ്ടെങ്കിൽ 3 റൂമുണ്ട്. അങ്ങനെയാണ് ആ റൂമിന്റെ ആ ഒരു സ്ഥിതികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ തന്നെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ച് ലാവണ്യ ചേച്ചിയും ഞാനും മുകളിലേക്ക് കയറിപ്പോയി. ആ നേരത്തെ കിടക്കുന്ന സ്വഭാവമുണ്ടോ എന്ന് ലാവണ്യ ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു. ആ സമയം ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ചില സമയത്താണെന്നുണ്ടെങ്കിൽ ഇച്ചിരി വൈകി കിടക്കും, ചില സമയത്താണെന്നുണ്ടെങ്കിൽ അങ്ങനെ. ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഇച്ചിരി വൈകി കിടക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വാ, എനിക്കാണെങ്കിൽ ഒരു കമ്പനി തന്നിട്ട് കിടന്നോടെ എന്ന് ലാവണി ചേച്ചി ചോദിച്ചു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ഞാനൊന്നും മിണ്ടിയില്ല. നമുക്ക് എന്തെങ്കിലും ഗെയിംസോ ആക്ടിവിറ്റീസോ ഒക്കെ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ട് കളിച്ചോണ്ടിരിക്കാം കുറച്ച് സമയം. നീ ഏതായാലും വന്നേല്ലേ എന്ന് ലാവണി ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. ആ നിമിഷം ഞാൻ തന്നെ പറഞ്ഞു, എന്നാ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു. ആ ടൈമിൽ ലാവണി ചേച്ചി പറഞ്ഞു, എല്ലാവരും ഉറങ്ങിയിട്ട് മതി, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്ന് ലാവണി ചേച്ചി എന്നോട് ചോദിച്ചു. ആ ടൈമിൽ ഞാൻ എല്ലാത്തിനും ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം മെത്തയും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ കയറി കിടന്നു. അതിനുശേഷം ഞാൻ മനസ്സിലാച്ചു, ലാവണി ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിലൊക്കെ പഠിക്കാൻ പോയതാണ്. ആ സമയത്തായിരുന്നു മണിച്ചേട്ടനുമായിട്ടുള്ള ആ ഒരു ലൈനടിയും കാര്യങ്ങളൊക്കെ. ആ സമയം എല്ലാവർക്കും ഒരു എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മണിച്ചേട്ടനാണെന്നുണ്ടെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞല്ലോ, ഇനിയാണെന്നുണ്ടെങ്കിൽ പെണ്ണ് കിട്ടത് പോലുമില്ല. കാരണം അവിടെയൊക്കെ അന്വേഷിച്ച സമയത്താണെന്നുണ്ടെങ്കിൽ ലാവണി ചേച്ചിയുടെ ആ ഒരു ക്യാരക്ടറൊന്നും അത്ര ശരിയല്ല എന്ന് ഇങ്ങനെ ഒരു വിവരം കിട്ടിയ സമയത്തായിരുന്നു എല്ലാവർക്കും ഒരു എതിർപ്പും കാര്യങ്ങളൊക്കെ തോന്നിയത്. മറ്റൊന്നായിരുന്നില്ല, കുറച്ച് പ്രേമവും കാര്യങ്ങളൊക്കെ ലാവണി ചേച്ചിക്ക് ഉണ്ടായിരുന്നു, അല്ലാതെ തന്നെ. ആ ടൈമിൽ അതുകൊണ്ട് തന്നെ ആ ഒരു നാട്ടുകാർക്കിടയിലൊക്കെ ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ എല്ലാവർക്കും എതിർപ്പ് തോന്നിയുണ്ട്. പക്ഷേ മനുചേട്ടനാണെന്നുണ്ടെങ്കിൽ അത് വിട്ട് കളയാനും തോന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു കല്യാണം നടത്തിയത് ഞാനിങ്ങനെ അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ടാണ് കിടന്നത്. ലാവണി ചേച്ചിക്കാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ബാംഗ്ലൂർ കൾച്ചറും കാര്യങ്ങളൊക്കെയാണ്, ഇനി അതൊക്കെ ഉണ്ടാവോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ലാവണി ചേച്ചിയാണെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് വിളിക്കുന്നുണ്ടായിരുന്നു. ലാവണ്യ ചേച്ചി വിളിച്ച സമയത്ത് തന്നെ ഞാൻ ബാൽക്കണി ആ ഒരു പ്രദേശത്തേക്ക് നിന്നു. ചേച്ചിയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തുണി മടക്കായിരുന്നു. അപ്പോൾ തന്നെ അശയിലെ ഓരോ തുണിയും കാര്യങ്ങളൊക്കെ എടുത്ത് ചേച്ചി മടക്കി വെക്കുന്നുണ്ട്. എന്നെ സഹായിക്കൂ നീ എന്ന് ലാവണ്യ ചേച്ചി ചോദിച്ചു. അപ്പൊ തന്നെ ഞാൻ സഹായിക്കാം എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ നല്ല കാറ്റും മഴയൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ടെറസിന്റെ ആ ഒരു തുണിയും കാര്യങ്ങളൊക്കെ എടുത്ത് പറക്കുന്നത്. ബാൽക്കണിയിൽ നിന്ന് തന്നെ ആ ഒരു തുണിയും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടുണ്ട് തന്നെ എടുക്കാൻ എളുപ്പമുണ്ടായിരുന്നു. ഞാൻ എല്ലാം പറക്കി ലാവണ്യ ചേച്ചിയുടെ തുണിയും പിന്നെ മണിച്ചേട്ടൻ്റെ തുണിയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നും ഞാൻ എടുത്തു കൊടുത്തു. ലാവണ്യ ചേച്ചിയുടെ ഓരോ തുണികളും കാര്യങ്ങളൊക്കെ പറക്കി കൊടുക്കുമ്പോഴും അതൊന്നും ഒരു കോസലുമില്ലാതെ അത് ഞാൻ എന്നെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു ലാവണ്യ ചേച്ചി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ ലാവണ്യ ചേച്ചി പറഞ്ഞു, എടാ ഒന്ന് പെട്ടെന്ന് ആവട്ടെ കേട്ടോ, മഴ നന്നായിട്ടുണ്ട്
ഇന്നാണെന്നുണ്ടെങ്കിൽ ഫുള്ള് മഴയായിരിക്കും എന്ന് ലാവണി ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. ആ സമയമാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം മടക്കി നല്ല ഒരു റെഡിയാക്കിയതിനു ശേഷം അവർക്കെടുത്ത് കൊടുത്തു. അങ്ങനെ മുഴുവൻ തുണിയും കാര്യങ്ങളെല്ലാം മടക്കിയ ശേഷം ഞാനും ലാവണി ചേച്ചിയും അകത്തേക്ക് കയറിയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ ആ ഒരു വാതിലും കാര്യങ്ങളൊക്കെ അടച്ചു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ലാവണി ചേച്ചിയും ഞാനും കൂടെ ആ ഒരു 2 റൂമിലേക്ക് പോകുകയായിരുന്നു. പെട്ടെന്ന് ലാവണി ചേച്ചി എന്നെ പിടിച്ചിങ്ങോട്ട് വലിച്ചു. നീ ഇങ്ങോട്ട് വന്നേ എന്ന് ചോദിച്ചുകൊണ്ട് ലാവണി ചേച്ചി എന്നെയും കൊണ്ട് ആ ഒരു റൂമിലേക്ക് കയറി. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ കുറേയധികം സാധനങ്ങൾ ആ റൂമിലുണ്ടായിരുന്നു. ഞാൻ എല്ലാം കണ്ട് ഒന്നിങ്ങനെ നോക്കി നിന്ന് പോയി. അപ്പോൾ തന്നെ ആ ഒരു ചെറിയ ഒരു ചെടി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഇല ഇങ്ങനെ പിച്ചിട്ട് ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ നിമിഷമാണെങ്കിൽ ലാവണി ചേച്ചി പറഞ്ഞു, ദാ ഇങ്ങോട്ട് വാ, ആ തുണിയും കാര്യങ്ങളൊക്കെ എടുത്ത് ഒന്ന് അലമാരിലോട്ട് വെച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ലാവണി ചേച്ചി ഒരു അധികാരത്തോടെ എൻ്റെ അടുത്ത് പറഞ്ഞു. ആ നിമിഷം ഞാൻ ആ കട്ടിലിൽ നിന്ന് തുണിയും കാര്യങ്ങളൊക്കെ എടുത്ത് അലമാരിയിൽ കൊണ്ടുവന്ന് വെച്ചു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേളിലൊരു സാധനം ഇരിപ്പുണ്ട്, അതിഞ്ഞെടുക്ക് എന്ന് ലാവണി ചേച്ചി പറഞ്ഞു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ഞാനത് ഒരു ചെറിയൊരു കസേര എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അലമാരയുടെ മേളിലേക്ക് കയറി. ഇതാണോ ചേച്ചി എന്ന് പറഞ്ഞ ശേഷം ലാവണി ചേച്ചി പറഞ്ഞു, അത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് ഞാൻ ആ ഒരു സാധനം എടുത്തു. അത് മറ്റൊന്നുമായിരുന്നില്ല, ഒരു ഏണിയും പാമ്പിൻ്റെയും ബോർഡായിരുന്നു. അത് ലാവണി ചേച്ചിക്ക് ഇഷ്ടമുള്ളൊരു കളിയാണ്. അത് ആ ഒരു ടൈമിൽ ഗെയിം കളിക്കാം എന്ന് പറഞ്ഞിട്ടാണല്ലോ ലാവണി ചേച്ചി എന്നെ വിളിച്ചത്. അപ്പോൾ തന്നെ ആ ഒരു സാധനം കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് കൊടുത്തു. അപ്പോൾ രണ്ടുപേരും കൂടെ ഇരുന്നിട്ട് ആ ഒരു മഴയും കാര്യങ്ങളും പെയ്യുന്ന സമയത്ത് ആ ഒരു ഏണിയും പാമ്പിൻ്റെയും ബോർഡ് തുറന്നു വെച്ചു. ആ സമയം നിനക്കിത് കളിക്കാനൊക്കെ അറിയാവോ എന്ന് ലാവണി ചോദിച്ചു. പണ്ട് ഞാൻ ഒരുപാട് കളിച്ചിട്ടുള്ള ചേച്ചി. എനിക്ക് ബാംഗ്ലൂരിലുള്ള സമയത്ത് ഇതൊരു പാഷനായിരുന്നു. ഞങ്ങളെല്ലാ ഫ്രണ്ട്സും കൂടെ ചേർന്നിട്ടാണ് ഇത് കളിക്കുന്നതൊക്കെ. അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു, എങ്ങനെയാണ് ഫ്രണ്ട്സൊക്കെ? ഞങ്ങൾ ബോയ്സും പിന്നെ ഗേൾസും എല്ലാവരും ഉണ്ടായിരിക്കും, അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്ന് ലാവണി ചേച്ചി പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനത് പുഞ്ചിരിച്ചു. ഞാനിങ്ങനെ ഗേൾസിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ അധികം ഞങ്ങൾക്കിങ്ങനെ കമ്പനി ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഈ ബോയ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പും അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഞാൻ ലാവണി ചേച്ചി അടുത്ത് പറഞ്ഞു. അപ്പോൾ തന്നെ ലാവണി ചേച്ചി പറഞ്ഞു, അത് ഇച്ചിരി ബോറാണ് കേട്ടോ, ഈ ഗേൾസ് മാത്രം ഇല്ല അല്ലെന്നുണ്ടെങ്കിൽ ബോയ്സ് മാത്രം അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ബോറായിട്ട് തോന്നും. എന്നാൽ ഗേൾസും പിന്നെ ബോയ്സും കൂടെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു കമ്പനിയും പിന്നെ അടിപൊളിയും കാര്യങ്ങളും എൻജോയ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും. അതാണ് അതിൻ്റെ ഒരു കാര്യം. ഇപ്പോൾ ഞാനതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നിന്നെ ഞാൻ വിളിച്ചത് എന്ന് ലാവണി ചേച്ചി ഓപ്പണായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിനകത്തെ ചേച്ചി ഞാൻ ഉണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ ലാവണി ചേച്ചി അടുത്ത് ഒരു ഇതായിട്ട് ചോദിച്ചു, മനുച്ചേട്ടൻ എങ്ങനെയുണ്ട് ചേച്ചി, ചേച്ചിയുടെ വൈബിനെ പറ്റിയ ആളാണോ എന്ന് ചോദിക്കുമ്പോൾ മനുച്ചേട്ടൻ വൈബിന് പറ്റിയ ആളൊന്നുമല്ല, പക്ഷേ ഇങ്ങനെ കൊണ്ട് നടക്കാം, അത് മാത്രം ലാവണി ചേച്ചി പറഞ്ഞു. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞേ? ആൾക്ക് ആളുടേതായ ഒരു ഇതൊന്നുമില്ല, പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു ഞങ്ങൾ തമ്മിൽ എന്ന് തന്നെ ലാവണി ചേച്ചി അങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ തന്നെ ലാവണി ചേച്ചി ഒന്ന് നോക്കി. അപ്പോൾ എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു ആ ഒരു ലൈഫിൽ ഹാപ്പി ആണോന്ന്, പക്ഷേ എനിക്ക് ചോദിക്കാൻ ആ ഒരു മടിയായിരുന്നു. അപ്പോൾ ലാവണി ചേച്ചിനെ എന്നെ ഒന്ന് നിർബന്ധിച്ചു, നീ എന്താ ആലോചിക്കുന്നത്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഓപ്പണായിട്ട് പറയും എന്ന് ലാവണി ചേച്ചി പറയുമ്പോൾ ഞാൻ തന്നെ ചോദിച്ചു, ചേച്ചി ലൈഫ് ഹാപ്പിയാണോ എന്ന് ചോദിക്കുമ്പോൾ ലൈഫൊക്കെ ഹാപ്പിയാണ്, പിന്നെ മനുഷ്യട്ടനാണെങ്കിൽ ആളൊരു പഴഞ്ചനാണ്, അതുമായിട്ട് എനിക്കിങ്ങനെ പൊരുത്തപ്പെട്ട് പോകാനൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഇത്രയൊക്കെ ഏജായില്ലേ, ഇനി ഇത്രയും സമയമായില്ലേ, പിന്നെ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം, അത് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെ എന്ന് തന്നെ ലാവണി ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു. ചേച്ചിയുടെ ആ ഒരു മനോഭാവവും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ എല്ലാത്തിനും ഞാൻ ലാവണി ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു രാത്രിയിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പതുക്കെ എണിയും പാമ്പും ആ ഒരു കളിയും കാര്യങ്ങളൊക്കെ തുടങ്ങി. കളി നല്ല ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നി തുടങ്ങിയായിരുന്നു. അങ്ങനെ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ ലാവണി ചേച്ചി ജയിച്ചു, ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ജയിച്ചു. പക്ഷേ പുറത്ത് ആ സമയത്തും മഴ പെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു രസം തോന്നി, ചേച്ചി ഇത് നന്നായിട്ട് രസമുണ്ട് കേട്ടോ, നമുക്കിങ്ങനെ കളിച്ചിരിക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ ലാവണി ചേച്ചി പറഞ്ഞു, എനിക്ക് നല്ല ടയർഡായിട്ടുണ്ട് എന്ന് ലാവണി ചേച്ചി പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ ചേച്ചി കിടന്നോളൂ എന്ന് പറയുമ്പോൾ ഞാൻ
ആ ഒരു സമയത്ത് അവിടെ ഇരിക്കായിരുന്നു. ചേച്ചി സ്വന്തം കാലും കാര്യങ്ങളൊക്കെ ഒന്ന് നീട്ടി വെച്ചു. അതിനുശേഷം കാല് നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ കാല് നല്ല വേദനയുണ്ട്, മനുഷ്യനുണ്ടായിരുന്നെങ്കിൽ ഒന്ന് തടവി തന്നേനെ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് ഒരു ഇത് തോന്നി, ദയനീയ തോന്നിയ ശേഷം ഞാൻ പറഞ്ഞു, പെട്ടെന്ന് കാലിലിങ്ങനെ തൊട്ടതിന് ശേഷം ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞു, ഞാൻ തടവിയാൽ മതിയോ എന്ന് ലാവണി ചേച്ചിയുടെ ചോദിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ മുഖത്ത് ഒരു പൂ വിരിഞ്ഞ സന്തോഷം ഉണ്ടായിരുന്നു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ നിനക്ക് തടവാനൊക്കെ അറിയോ എന്ന് ഒരു ചിന്നിപ്പറ്റിയോടെ ഒരു പുഞ്ചിരിയോടെ എൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, അതിനെന്താ അന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഒരു കാല് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുത്തു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ലാവണി ചേച്ചി കണ്ണുകൾ അടച്ചുകൊണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, വേദന മാറുന്നുണ്ടോ എന്ന് പറയുമ്പോൾ, ആ കൊള്ളാം കേട്ടോ, എനിക്ക് നന്നായിട്ട് മസാജ് ചെയ്യാനൊക്കെ അറിയാം. നീ ഒരു കാര്യം ചെയ്യ്, ഈ പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു മസാജ് സെൻ്ററുണ്ട്. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഇഷ്ടം പോലെ കിട്ടുമല്ലോ. പിന്നെ ആയുർവേദത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഡിമാൻഡ് കാര്യങ്ങളുണ്ടായേക്കാം. ഒരെണ്ണത്തിന് തന്നെ കിട്ടും ഏകദേശം 10,000 രൂപ. പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ ഈ ഒരു പരിപാടിക്കൊക്കെ നോക്കുന്നത് എന്ന് ലാവണ ചേച്ചി ചിരിച്ചിരി കളിതമാശയോടെ എൻ്റെ അടുത്ത് പറഞ്ഞു. ആ നിമിഷത്താണെങ്കിൽ ഞാൻ ചിരിച്ചു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കോൺവെർസേഷൻ ആണെങ്കിൽ ഇങ്ങനെ നീണ്ടുപോയി. ആ സമയം എൻ്റെ അടുത്ത് ലാവണ ചേച്ചി ഒരു തട്ടിയിട്ട് ചോദിച്ചു, നിനക്ക് കോളേജിൽ കണക്ഷൻ ഒന്നും ഇല്ലായിരുന്നോ? അപ്പോൾ ഞാൻ തന്നെ ചോദിച്ചു, കണക്ഷൻ എന്ന് ഉദ്ദേശിച്ചത് പ്രേമൊന്നുമില്ലായിരുന്നു എന്ന് ചോദിച്ചത്. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, അതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത്രയും ഇതല്ലായിരുന്നു. എനിക്കൊരുപാട് പ്രേമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് മനുചേട്ടനെ കണ്ടത്. അങ്ങനെ പിന്നെ ഞങ്ങൾ തമ്മിൽ ഒരു ഇതൊക്കെ ആയിരുന്നു എന്ന് ലാവണ ചേച്ചി ഓപ്പണായിട്ട് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഞങ്ങളിവിടെ അന്വേഷിച്ചായിരുന്നു, പക്ഷേ ആ ഒരു ടൈമിലാണെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് പ്രേമമുണ്ടെന്ന് നിങ്ങളുടെ നാട്ടിലാരും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കല്യാണത്തിന്റെ കാര്യത്തിൽ എല്ലാവർക്കും ഒരു എതിർപ്പുണ്ടായിരുന്നു. ഞാനത് പറയുന്ന സമയത്ത് തന്നെ ലാവണ ചേച്ചി ഒന്ന് ചിരിച്ചു. നിന്റെ കോമഡി കൊള്ളാം കേട്ടോ, പക്ഷേ നിന്റെ നാട്ടുകാരാണ്, എൻ്റെ നാട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഇത്രയും അലമ്പ് പരിപാടികൾ വേറെ ആരുമില്ല എന്ന് തന്നെ ലാവണ ചേച്ചി ഓപ്പണായിട്ട് പറഞ്ഞു. എനിക്കിത് കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. പ്രേമമില്ലാത്ത മനുഷ്യന്മാരാരൊക്കെ ഉണ്ടോ നീ തന്നെ എന്ന് വിചാരിക്കും. ആ ടൈമിൽ എൻ്റെ അടുത്ത് ലാവണ ചേച്ചി ഒന്ന് തട്ടി വിളിക്കുമ്പോൾ സമയത്ത് ഞാൻ ഒരു സ്വപ്നത്തിൽ നിന്ന് ഉണരുകയായിരുന്നു. അപ്പോൾ തന്നെ ലാവണ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ പ്രേമവും കാര്യങ്ങളും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ തന്നെയാണെന്നുണ്ടെങ്കിൽ നിനക്കുണ്ടെങ്കിലും പ്രേമമുണ്ട്, പക്ഷേ ഈ നാട്ടുകാർക്കായിട്ടുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പെണ്ണുങ്ങളുടെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ് ഭയങ്കര ഇൻട്രസ്റ്റ് എന്ന് തന്നെ ലാവണ ചേച്ചി ഓപ്പണായിട്ട് തുറന്നടിച്ചു. അപ്പോൾ ഞങ്ങൾ തമ്മിലാണെന്നുണ്ടെങ്കിൽ ആ നിമിഷം രണ്ടുപേരും അടുത്തടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ലാവണ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ഒരു സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരാളെ മാത്രം ഒരുമിച്ച് പ്രേമിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ എല്ലാവർക്കും ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ തോന്നത്തില്ലേ, അതെന്താ ആരും മനസ്സിലാക്കാത്തത് എന്ന് ലാവണ ചേച്ചി എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ അതിശയിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ലാവണ ചേച്ചി ഒരു ഫെമിനിസ്റ്റ് എന്ന പോലെ എൻ്റെ അടുത്ത് ചോദിച്ചു, പെണ്ണുങ്ങൾക്ക് പ്രണയിക്കുന്ന കാര്യങ്ങൾക്ക് നിനക്കെന്താ നിന്റെ ഒരു അഭിപ്രായം? മനുഷ്യേട്ടൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്കും ചില സമയത്ത് ഇഷ്ടപ്പെടത്തില്ല. പ്രണയമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ അന്തം വിട്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ലാവണി ചേച്ചി എൻ്റെ തോളിലും തട്ടി, നീ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കേണ്ട, വെറുതെ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഇങ്ങനെ ബ്ലങ്കസിയായിട്ടിരിക്കുന്നു എന്ന് ലാവണി ചേച്ചി പറയുമ്പോൾ ഞാൻ ചിരിച്ചു. ഞാനിങ്ങനെയാണ് ചേച്ചി എന്ന് മാത്രം ഞാൻ ഈ പറയുന്ന സമയത്ത് ലാവണി ചേച്ചിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ആ ഒരു മുടിയിലെ ചെറിയൊരു നരം നോക്കി ഇങ്ങനെ എടുത്തു. എൻ്റെ മുടിയൊക്കെ നരയ്ക്കുന്നുണ്ട് കേട്ടോ, ഡൈ ചെയ്യാൻ സമയമായി എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, വയസ്സായവരല്ലേ ചേച്ചി. അങ്ങനെ രണ്ടുപേരും പരസ്പരം നോക്കിച്ചിരിക്കുന്ന സമയത്താണെന്നെങ്കിൽ ലാവണ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, നിനക്ക് നല്ല കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ടൈമിൽ വേണം. ഈ ടൈമിലൊക്കെ പ്രേമമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നാണക്കേടാണ്. പിന്നെ ആ ഒരു ടൈമിൽ ആർക്കും ആ ഒരു റിലേഷനും കാര്യങ്ങളൊക്കെ ഇല്ലാത്തത് എന്ന് തന്നെ ലാവണ ചേച്ചി പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നോക്കാം ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നെങ്കിൽ പിന്നെ ഞാൻ പോകട്ടെ ചേച്ചി, സമയം ഒരുപാടായില്ലേ. ഇപ്പൊ ആരെങ്കിലും ഒക്കെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ എന്ന് ഞാൻ ലാവണ ചേച്ചിയോട് പറഞ്ഞു. നിനക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നീ പൊക്കോ എന്ന് ലാവണ ചേച്ചി എൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പതുക്കെ അങ്ങോട്ട് നടക്കുകയായിരുന്നു. ആ സമയമാണെന്നുണ്ടെങ്കിൽ എനിക്ക് പോകാനായിട്ടുള്ള ആ ഒരു ടെൻഡൻസിയും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. ലാവണ ചേച്ചി ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരിഞ്ഞു നോക്കി. ആ ടൈമിൽ ഞാൻ വീണ്ടും വന്നിരുന്നിട്ട്, എന്നാൽ പിന്നെ ഞാൻ പോകുന്നില്ല, ഞാൻ ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞു. എന്താ നീ നേരത്തെ പോകുകയാണെന്നല്ലേ പറഞ്ഞേ? അതല്ല ചേച്ചി, ഇപ്പം ഞാൻ പോയി കഴിഞ്ഞാൽ ചേച്ചിക്ക് അത് വിഷമമാവില്ലേ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ലാവണ ചേച്ചി എന്നെ നോക്കിയിട്ട്, എനിക്ക് വിഷമമൊന്നുമില്ല, നീ പോയി കിടന്നുറങ്ങിക്കോ, നിന്റെ കണ്ണൊക്കെയാണെന്നുണ്ടെങ്കിൽ താന്ന് വരുന്നുണ്ട്, നമുക്ക് നാളെ എപ്പോഴെങ്കിലും ഇതേപോലെ എന്തെങ്കിലും ഗെയിംസോ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം
അത് കഴിഞ്ഞ ശേഷം നമുക്കത് എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് അങ്ങനെ ആ ഗെയിംസ് കംപ്ലീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് പുഞ്ചിരിച്ചു. അങ്ങനെ ലാവണ ചേച്ചിയുടെ ഒരു പെർമിഷനോട് കൂടി തന്നെ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു കുറച്ച് സമയം കൂടെ ലാവണ ചേച്ചിയുടെ അടുത്തിരിക്കാൻ. പിന്നെ കേട്ടിരിക്കാനും പിന്നെ ലാവണ ചേച്ചിയുടെ അടുത്തിരിക്കാനും ഒക്കെ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് തോന്നും. നല്ലൊരു ഭംഗിയുള്ള ഒരാളാണ് ലാവണ ചേച്ചി. അതുകൊണ്ട് തന്നെ ആർക്കായാലും അടുത്തിരിക്കാനും ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ തോന്നാതിരിക്കില്ലല്ലോ. ഈ ഒരു കഥയുടെ ആദ്യ ഭാഗം അവസാനിച്ചിരിക്കുന്നു. ഇതിൻ്റെ രണ്ടാം ഭാഗത്തിനായിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ രണ്ടാം ഭാഗം ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്കിനി വീണ്ടും കാണാം കേട്ടോ. ബൈ ബൈ.